ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേയായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ട് ടേസ്റ്റിയായി എങ്ങനെ ഒരു കിടിലൻ മീൻകറി ഉണ്ടാക്കാമെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കപ്പയ്ക്കും അപ്പത്തിനും ചോറിനും എന്നു വേണ്ട എല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണിത്. ഉള്ളിയോ തക്കാളിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ഇല്ലാണ്ട് എങ്ങനെ ഒരു കുറുകിയ ചാറോടുകൂടി മീൻകറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കുടംപുളി 3-4 എണ്ണമിട്ട് അല്പം വെള്ളമൊഴിച്ച് കുതിരാനായി മാറ്റി വയ്ക്കുക. പിന്നീട് ചെറിയൊരു പ്ലേറ്റ് എടുത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എന്നിവ ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പൊടികളൊക്കെ എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാശ്മീരി മുളക് പൊടി കുറച്ചധികം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ തിക്നെസ്സും ലഭിക്കും. കറിക്ക് കൊഴുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും തന്നെ നമ്മളിവിടെ ചേർക്കുന്നില്ല. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കറി ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ രുചി ഉണ്ടാവുക. കൂടാണ്ട് മീൻകറി ഉണ്ടാക്കാൻ മൺചട്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 നുള്ളു ഉലുവ 1 നുള്ളു മതി, അധികമായ കറിക്ക് കയ്പ്പ് രുചി വരും. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 5-6 വെളുത്തുള്ളി നീളത്തിൽ കീറിയത്, 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവ പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചുവ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യമായിട്ടൊക്കെ കറി ഉണ്ടാക്കുന്നവർ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടികൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചൂട് കൊണ്ട് തീ കുറച്ച് വെച്ചാലും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് കറിയിലേക്ക് ചേർക്കുന്നതെങ്കിൽ, എണ്ണയിലേക്ക് ചേർക്കുന്നതെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ഞാനിവിടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് പൊടികൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ പൊടിയുടെ മുകളിലൊക്കെ എണ്ണ അങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുവരെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിരാനായി മാറ്റി വെച്ചിരിക്കുന്ന കുടംപുളിയും അതിൻ്റെ വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയുടെ കട്ടയൊക്കെ ഉടഞ്ഞു വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ പുളിയുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ ഉപയോഗിച്ചും ഇങ്ങനെ കറി ഉണ്ടാക്കാം. ഏത് മീൻ ഉപയോഗിച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. മീൻ കഷ്ണങ്ങൾ ഓരോന്നായി കറിയിലേക്ക് മുങ്ങിക്കിടക്കുന്നത് പോലെ ഇട്ട് കൊടുക്കുക. ചുറ്റിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടൈമിലല്ലാണ്ട് കറി തവി കൊണ്ട് ഇളക്കാൻ പാടില്ല. തവി കൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായി 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല കുടംപുളി ഇട്ട് വറ്റിച്ച നാടൻ മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട്. മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത കൊണ്ട് നമുക്ക് ഈ കറി എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാണ്ട് സൂക്ഷിക്കാം. എല്ലാ ദിവസവും രാവിലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. കറി ഉണ്ടാക്കിയ അന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പഴകും തോറും രുചിയേറി വരുന്ന ഒരു അടിപൊളി മീൻകറിയാണ് ഇത്. എത്ര പഴകുന്നുവോ അത്രയും മീൻ കറിക്ക് ടേസ്റ്റ് കൂടും. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനി മീൻ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതേ രീതിയിലൊന്ന് കറി ഉണ്ടാക്കി നോക്കൂ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും ഇതേ രീതിയിൽ മാത്രമേ കറി ഉണ്ടാക്കുകയുള്ളൂ.
കൂടാണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.